ഭയങ്കര രസം ഇവിടെയൊക്കെ കാണാൻ. ഓ മൈ ഗോഡ്, സോ നൈസ്. അപ്പം ഞാൻ ഇന്നുള്ളത് മണാലിയിൽ കന്യാൽ എന്ന് പറഞ്ഞ വില്ലേജിലാണ്. ഇവിടെ ഞാൻ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വന്നതാണ്. എൻ്റെ ഫ്രണ്ട് ഇവിടെ കന്യാൽ വില്ലേജിൽ ഒരു മഡ് ഹൗസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവൻ്റെ സ്വന്തം ഐഡിയയിൽ അവൻ തന്നെ ഓൾമോസ്റ്റ് എഫേർട്സ് ഇട്ട് ചെയ്ത് 1 ഇയർ ആയിട്ട് അവൻ അതിൻ്റെ പണിയിലാണ്. ഇപ്പോഴാണ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എപ്പോൾ വരും എങ്ങനെ വരും ഒന്നും പറഞ്ഞിട്ടില്ല. നോക്കാം എന്താണ് റിയാക്ഷൻ എന്ന്. നമുക്ക് ഇങ്ങനെ കയറി പോകണം. വില്ലേജാണ്. ഇതാണ് മണാലി ടൗണിൽ നിന്ന് കുറച്ച് വരാനുണ്ട്. അതാണ് കാണുന്ന മണാലി ടൗണാണ്. അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് വന്നിട്ട് വേണം. ഞാൻ കുറേ നടന്നാണ് വന്ന്. ഞാനൊരു ഊഹം വെച്ചിട്ടാണ് വരുന്നത്. അവൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ കണ്ടിട്ട് സർപ്രൈസ് കൊടുക്കാൻ. അപ്പോൾ ഹായ്, കണ്ടുപിടിച്ചു ഗൈസ്, കണ്ടുപിടിച്ചു. How on earth did you reach here? അതൊക്കെ വന്നു. ഗൈസ്, എൻ്റെ ഊഹം തെറ്റിയില്ല, കറക്റ്റായിട്ട് ഞാൻ കണ്ടുപിടിച്ചു. ഹായ്, ദിസ് ഈസ് മൈ ഫ്രണ്ട് കേടി. ഇവൻ ഇവിടെ 1 കൊല്ലമായിട്ട് ഇവിടെ വന്നിട്ട് എന്തോ ഭയങ്കര കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് വരുമ്പോ ഒരു വാക്ക് പറഞ്ഞു ആർക്കും അറിയില്ല. ഇവൻ ഇവൻ ഇൻസ്റ്റയിലുണ്ടല്ലോ, ഇതിന്റെ അറ്റവും മൂല മാത്രം ഇങ്ങനെ വീഡിയോ ഫോട്ടോ ഇടും. നമുക്ക് ഇവിടെ എന്താന്നുള്ളത് ഒരു ഐഡിയ ഇതുവരെ അവൻ റിവീൽ ചെയ്തിട്ടില്ല. അവന്റെ അക്കൗണ്ടിലായാലും ഇതിന്റെ അക്കൗണ്ടിലായാലും ഒരു തേങ്ങ അവൻ ഇട്ടിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ റിവീൽ ചെയ്യാൻ പോണ് ഗൈസ്. നമ്മളെ ആശാൻ എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം ആശാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ആശാൻ ഇവിടെ ഉണ്ട്. ഞാൻ വരുന്ന കാര്യം അറിയില്ല. നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. ആശാനെ, ഇവൻ സ്വന്തം ഐഡിയക്ക് ഉണ്ടാക്കിയ ഒരു മഡ് ഹൗസ്. ഇതെങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് ഇവൻ തന്നെ പറയും. അതൊരു വലിയ കഥയാണ്. ഞാൻ പുറത്തായിരുന്നു, യുകെയിലായിരുന്നു ഫോർ ലാസ്റ്റ് 4 years. ഹാർഡ്ലി 1-2 തവണ തന്നെ വിളിച്ചിട്ടുണ്ടാവും. ബട്ട് വി വർ ഇൻ കോണ്ടാക്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ആൻ ഓൾ ഇന്ത്യ റൈഡ്. അങ്ങനെ ലഡാക്ക് വാറിന്റെ സമയത്തായിരുന്നു. ഇനി ഞാൻ ഇവിടെ നിന്നപ്പോൾ ഏകദേശം 1-2 months 3 months ആയി. അത് ഞാൻ അറിഞ്ഞില്ല ബേസിക്കലി. അപ്പം അതിന് ശേഷമാണ് പെട്ടെന്ന് ഒരു ദിവസം ഇത് ഓപ്പൺ അപ്പ് ആവുന്നത്. ലൈക്ക് ഈ സ്ഥലത്തിൽ ആളെന്നോട് വന്ന് സംസാരിക്കുകയും ആളെന്നോട് ഇവിടെ ഇരുന്ന് ഇവിടെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു പ്രത്യേക ജീവിതം. ഇത് ശരിക്കും ഹാപ്പൻ ചെയ്യണതാണോ? കാരണം നമ്മുടെ വിഷനിലില്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. ലൈക്ക് വർക്കിംഗ് ഫോർ 30 years, ലൈക്ക് ക്രേസി ആൻഡ് നത്തിങ് വർക്കിംഗ് ഔട്ട് ഫോർ എ റീസൺ. അപ്പോൾ സോ മെനി തിങ്സ് ബാക്കിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ ബട്ട് ഐ ഫൗണ്ട് ദിസ് പ്ലേസ് വെരി പവർഫുൾ. ലൈക്ക് ദ എനർജി ഹിയർ, ദ വൈബ്രേഷൻസ് ഹിയർ is something that I have never experienced in other side of India, to be precise. അപ്പൊ നമുക്ക് ഇവനിവിടെ എന്തൊക്കെ ചെയ്തെന്നുള്ളതൊന്ന് നോക്കണ്ടേ, അതൊക്കെ കാണാം. കബോർഡ്, ഞാനൊരു ഹൗസ് ടൂർ വരാം. കബോർഡ് കുറച്ച് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം വരുന്നത്. ഫുൾ ചെയ്തേക്കുന്ന ഒരു ഭയങ്കര ഒരു എർത്തി ഫീലാണ്. അതിൻ്റെ കളേഴ്സ് ആയാലും എല്ലാം ആയാലും ഭയങ്കര നമുക്ക് ക്ലോസ്ഡ് എർത്ത് ഫീൽ കിട്ടും. കാരണം ഇതൊക്കെ ഫുൾ വുഡ് കാര്യങ്ങൾ, പിന്നെ വാള് മൊത്തം മഡ്, റൂഫ് നോക്കിയാലും വുഡ്. അപ്പം നമുക്ക് ഭയങ്കര ക്ലോസ്ഡ് എർത്ത് ഒരു ഫീല് നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്കവിടെ മൗണ്ടനിൽ സ്നോ ഒക്കെ കാണാൻ പറ്റും. ഇപ്പം രാവിലെ ഇവിടെ ഇരുന്നൊരു ചായയൊക്കെ കുടിക്കുന്നത് ഭയങ്കര അടിപൊളിയായിരിക്കും. എന്താണ് നിന്റെ ഹോമിന്റെ പേര്? ഹോമിന്റെ പേര് വെന്റസ് എർത്ത് ക്യാബിൻ എന്നാണ്. വെന്റസ് എർത്ത് ക്യാബിൻ. വെന്റസ് മീൻസ് ബ്രീസ്. ബ്രീസ് ഇൻ ലാറ്റിൻ വേർഡാണ്. അതിൽ നിന്നാണ് ഞാൻ വെന്റസ് എന്നൊരു പേര് എനിക്ക് സ്ട്രൈക്ക് ചെയ്യണത്. പക്ഷെ ഹൗസ് നെയിം എന്ന് പറയുന്നത് ഗായ എന്നാണ്. മദർ എർത്ത് ആൻഡ് നത്തിങ് എൽസ്. അപ്പോൾ കൂടുതലും നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് റോക്കാണ്, മഡാണ്. റോക്കിന് എത്ര രീതിയിലുള്ള വോളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. പിന്നെ വുഡ് യൂസ് ചെയ്തു, മഡ് യൂസ് ചെയ്തു. അടുത്ത റൂം വേണം.
So, ഇത് നമ്മൾ കുറച്ച് കുഞ്ഞൊക്കെ കിടക്കണം. ഒരു വെറൈറ്റി റൂമാണ് കേട്ടോ. So basically ഇതൊരു മിനി ആറ്റിക് ആണ്. ആറ്റിക് ഇൻ ദ സെൻസ് ഐ വിൽ ഷോ യു. So basically what do you think about this place? സോ ഈ റൂം കുനിഞ്ഞു വരാനൊരു കഷ്ടപ്പാടാണ്, പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് തിങ്, നിങ്ങൾക്ക് കിടന്നുകൊണ്ട് മനം നോക്കി കിടക്കാന്ന് പറയില്ലേ, ആ സാധനം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നമുക്ക് ആകാശമൊക്കെ നോക്കി ഇങ്ങനെ കിടക്കാം. രാത്രിയായാലും സ്കൈ വാച്ചിനും അടിപൊളിയായിരിക്കും അല്ലേ. പിന്നെ സ്നോ പെയ്യാണെങ്കിൽ സ്നോ രാവിലെയൊക്കെ എണീക്കുമ്പോൾ ഇതിന് മേലെ സ്നോ ഒക്കെ വീണതാണ്. മഴ പെയ്യുമ്പോഴായാലും അതിലൊക്കെ ഞാൻ രാവിലെ വന്നപ്പോഴും ഇതിൽ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാനിവിടെ വന്നിട്ട് നേരെ വന്ന് ഈ റൂമിലാണ് സെറ്റിലായത്. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റൂമാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഒരു കംഫർട്ടബിൾ ഫീൽ ഇവിടെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ രാവിലെ ഇങ്ങനെ മനം നോക്കി കിടക്കുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്കൊരു വ്യൂ കിട്ടുന്നത് മോർ ദാൻ ജനലിൽ കൂടെ നമുക്ക് എല്ലായിടത്തും കിട്ടും. പക്ഷെ ഇങ്ങനെ റൂഫ് ടോപ്പിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിട്ടുന്നത് റയറാണ്. അപ്പോൾ അതോടെ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ സെറ്റിലായി. എന്നാലടാ നീ ഇതെങ്ങനെയത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തേ? എന്തോ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അതിൻ്റെ ബെസ്റ്റ്. ഇറ്റ് വാസ് ആൻ ഈഗർനെസ് ഫോർ സർവൈവൽ. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ ചെയ്യാൻ താല്പര്യം, അങ്ങനെ ജീവിക്കണം എന്നൊരാഗ്രഹം ഭയങ്കരമായിട്ട് വന്നു ഈ ഒരു കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് ചെയ്യണേ. ഇതാണ് അവൻ്റെ കിച്ചൺ. ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തത്. നമുക്ക് ഇവിടെ നിന്ന് കുക്ക് ചെയ്താൽ നേരെ വ്യൂ കണ്ടോ. വാവ്, സൂപ്പർ അല്ലേ. ആൻഡ് ഇതാണ് താഴെയുള്ള ഡൈനിങ് ഏരിയ. സോറി ഗൈസ്, എൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു കുഞ്ഞു ടേബിളും ഒക്കെ ആയിട്ട് ഒരു ക്യൂട്ട് ഡൈനിങ് ഏരിയ ആണത്. ബാത്റൂം ഒന്ന് കണ്ടാലോ. വാവ് ഗൈസ്, നല്ല ബാത്റൂം കണ്ടോ. നമുക്ക് ആകാശം നോക്കിയിട്ടൊക്കെ കുളിക്കാം. ഷവറുണ്ട്. ആൻഡ് ദാറ്റ്സ് എ സിമ്പിൾ ക്യൂട്ട് എലഗന്റ് ബാത്റൂം, നാച്ചുറൽ ഫ്രണ്ട്ലി. ലുക്ക് അറ്റ് ദിസ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ സിറ്റ് ഔട്ടിലത് അവിടെ ഇരിക്കാനൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചുമ്മാ ചായയൊക്കെ കുടിച്ച് മൗണ്ടൻ വ്യൂ ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാം. ഈ ഒരു ഹോം എന്നുള്ള സാധനം അത് അവൻ്റേതായിട്ടുള്ള ഐഡിയക്ക് ചെയ്തിട്ടുള്ളതാണ്. അവൻ്റെ ഒരു ഡ്രീം ഹോം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണിത്. അപ്പം ഇനിയും പണികൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുറച്ച് കുഞ്ഞു കുഞ്ഞു എലമെൻറ്റ്സ് ആഡ് ഓൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് ഇപ്പം കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്കൊരു 90% തീർന്നു എന്ന് പറയാം. പക്ഷേ ഇനിയും കുറച്ച് പണികളുണ്ട്. അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും വീഡിയോസിൽ. അപ്പം ഇനിയും കുറച്ചും കൂടെ കുഞ്ഞു കുഞ്ഞു എലമെൻറ്റ്സ് ഒക്കെ കൂട്ടി ഇതിൻ്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനൊക്കെ എടുക്കുന്നുള്ളൂ. ഹിമാചലിൽ വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീല് എങ്ങനെ ഉണ്ടാവും, അതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പം ഞാനിവിടെ ഒരു 2-3 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി ഇനി ഇവിടെ എന്തൊക്കെ ആണ് എനിക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ഞാൻ സെൽഫ് എക്സ്പ്ലോറേഷൻ ഹിമാചലിൽ തുടങ്ങുകയാണ്. ഞാൻ എന്തൊക്കെ ഇവിടെ കണ്ടുപിടിക്കുന്നുള്ളത് വഴിയെ നിങ്ങൾക്ക് കാണാം. ഹായ്, അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ എണീറ്റ് നടക്കാൻ ഇറങ്ങിയേക്കുക. വീടിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടന്നാൽ മൗണ്ടൻ്റെ മേലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ എത്ര നടക്കാൻ പറ്റുമോ അത്ര നടക്കാം. ഇപ്പോൾ സമയം 5 മണി. പക്ഷേ മൗണ്ടനിൽ ഇങ്ങനെ സൺസെറ്റിൻ്റെ വെയിലടിച്ച് നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാനത് കാണിച്ചു തരാം. ഇവിടുത്തെ ഫ്ലവേഴ്സൊക്കെ കൊണ്ടോ ഭയങ്കര ഭയങ്കര കളർഫുൾ. ഇവരുടെ വില്ലേജ് എന്ന് പറയണത്, അതായത് ഒരു വീട് ടു ഒരു വീട് നമുക്ക് കുറച്ചിങ്ങനെ കയറി ഇറങ്ങാനുണ്ടാകും. പിന്നെ കടകളൊക്കെ പോകണമെങ്കിലും എല്ലാ വില്ലേജിൽ നിന്നും കടകൾ അത്ര അടുത്ത് ആക്സസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഓൾറെഡി സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടായിരിക്കും ഇവരുണ്ടാവുക. വിൻ്ററിലായാലും ഇവർ കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം വിൻ്റർ തുടങ്ങിയാൽ വീട്ടിൽ സ്റ്റക്കാണ്, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ.
കണ്ടോ വില്ലേജിൽ ഇങ്ങനെയാണ്. അതാണ് കേരിയുടെ വീട്. ഒരു വീടവിടെ, ഒരു വീടവിടെ, ഒരു വീടവിടെ, ദേ ഒന്ന് ഇവിടെ. അങ്ങനെയാണ് വില്ലേജസിൽ വീടുകൾ ഉണ്ടാവുക. പിന്നെ ഈ കാണുന്നതെല്ലാം ആപ്പിൾ ട്രീസാണ്. ആപ്പിള്, പീച്ച്, പ്ലം അങ്ങനത്തെ കൃഷികളൊക്കെ. ആ കാണുന്നത് ടൗണാണ്. പിന്നെ കണ്ടോ അങ്ങനെ വീടുകളുണ്ടാവും. എന്താ ഉണ്ടാക്കണേ? ഗോബി മഞ്ചൂരി. സാധനം ഫുള്ള് സെറ്റ് കേട്ടോ ഗൈസ്. കേഡീസ് കിച്ചൺ. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കിച്ചൺ. റൂമുണ്ടെങ്കിൽ അവൻ കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുക. ഇവിടുത്തെ നൈറ്റ് വ്യൂ, മണാലി ടൗൺ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ലുക്ക്, ഇത് നേരിട്ട് കാണാനാണ് രസം. ഇങ്ങനെ അത്രയ്ക്ക് രസം കാണുന്നില്ല. ബട്ട് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഗൈസ്, ഡേ 1 ഇൻ മണാലി ഇത്രയൊക്കെ ഉള്ളൂ. 3 ദിവസത്തെ ട്രാവലിങ്ങും എല്ലാം കൂടിയിട്ട് ഭയങ്കര ടയേർഡാണ്. അപ്പം ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഇവിടെ കുറച്ച് തണുപ്പ് തുടങ്ങി. മഴ ചെറുതായിട്ട് പെയ്തായിരുന്നു, ചെറുതായിട്ട്. അപ്പം അതിൻ്റെ ഒരു തണുപ്പ് ഇറങ്ങിയപ്പോൾ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫുൾ റെസ്റ്റ് എടുത്തിട്ട് എന്തായാലും 2-3 ദിവസം ഇവിടെ ഉണ്ടല്ലോ. അപ്പം ബാക്കി ഒക്കെ അടുത്ത വ്ളോഗിലും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.